കർത്താവേ, വെയിൽ കൊണ്ടാകെ പൊരിഞ്ഞു പോയി. എന്ത് ചെയ്യാനാ? രാമകൃഷ്ണൻ. എൻ്റെ കാൽമുട്ടിലെ ചിരട്ട തേഞ്ഞാകെ പഞ്ചറാവും. കർത്താവേ, മലയാറ്റൂർ കുരിശുമല കയറാൻ ഇത്ര പാടില്ലല്ലോ. അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് മീറ്റിംഗ് ഒക്കെ എന്തിനാ പൊക്കത്തിൽ വെക്കണത്? താഴത്തെ നിലയിലെങ്ങാണ്ട് വെക്കാൻ പാടില്ല. പഞ്ചായത്തിന് ഈ ബെഞ്ച് കൊടുക്കുന്നല്ലോ, ശരിയാണോ? ഇഞ്ച് നോക്ക് നോക്ക്. ഓ, മാതൃകാ മെമ്പർ നടക്കട്ടെ. എനിക്ക് വേറെ പണിയൊന്നുമില്ലേടി പെണ്ണെ. ഒരാവശ്യം കഴിയുമ്പോൾ മറ്റൊരാവശ്യം. അതാണ് ജനങ്ങൾ. ഞാനും നീയും വിചാരിച്ച ഈ പഞ്ചായത്ത് നന്നാവാനൊന്നും പോണില്ല. എടി സാറിലെ, നീ ഇന്ന് നേരത്തെ വന്നോടി? വന്നു. വരുന്ന വഴിയില്ല പച്ചക്കറി കടയിൽ ഒന്ന് കയറി കോവയ്ക്ക് അന്വേഷിച്ച് പോയാണ്. കിട്ടിയത് അച്ചിങ്ങീന്. ചെറിയ മോന് വലിയ ഇഷ്ടമാണേ. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞാനത് ഉടിക്കാണ്. ഇവിടെ ആണെങ്കിൽ ധാരാളം സമയമുണ്ട്. വീട്ടിൽ ചെന്ന ഒന്നിനും നേരമില്ലാന്നേ. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് വേഗം നമുക്ക് നമ്മുടെ മുരളിയേട്ടൻ അഭിനയിക്കണ സുഗമോദേവി 1500 എപ്പിസോഡ് അതൊന്ന് കാണുകയും ചെയ്യാമല്ലോ. നമ്മുടെ മുരളിയേട്ടനല്ലേ. ഞാൻ ഇച്ചിരി വൈകിട്ടാ, ക്ഷമിക്കണേ. റോഡൊക്കെ വല്ലാത്ത നോക്കാം. പറഞ്ഞുതരാം. എടി സാറേ, ഞാൻ വന്ന ബസ്സിലെ ഒരു പെണ്ണ് ആണുങ്ങൾക്കിട്ട് ജാക്കി വെക്കുന്നുണ്ട്. അവളുടെ കയ്യിലൊരു മൊബൈലും ഉണ്ട്. ഇത് റീല് ചെയ്യാണെന്ന്. അതെ, ന്യൂ ജനറേഷൻ കാലമല്ലേ. ഇപ്പൊ എന്തൊക്കെയാ നടക്കണത്? നമ്മുടെയൊക്കെ കാലത്ത് ഇതൊക്കെ ഉണ്ടാ. കലികാലം. പ്രസിഡന്റ് ഞാനല്ലോ. ഞാൻ റിട്ടയർഡ് പ്രസിഡന്റ് അല്ലേ. പുതിയ പ്രസിഡന്റ് ഒരു സ്വതന്ത്രനല്ലേ. എന്താ സൗകര്യം? പാർട്ടി വലിയൊരു കുന്തമില്ലേ. ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. ഈ പഞ്ചായത്ത് ഭരിക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേര് കളിയാണ്. 3 തവണ ഈ പഞ്ചായത്ത് ഭരിച്ചോനാണ് ഞാൻ. നമുക്ക് കാണാലോ. ഒരു അധ്വാനവും ഇല്ലാതെ കയറി വന്നോനെ അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. 15 7 7 14 രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നടുവിൽ നിൽക്കുന്ന സ്വതന്ത്രൻ എന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ മറ്റേ പാർട്ടിക്കാർ കൊണ്ടുപോകില്ലേ? അവനവിടെ സ്വതന്ത്രനായിട്ട് ഇരിക്കട്ടെ. നമ്മളെല്ലാവരും കൂടെ ഈ പഞ്ചായത്ത് വരും. എന്താണിത്? ഇവിടെ വല്ല സദ്യ നടത്തുന്നുണ്ടോ? ഇതൊരു പഞ്ചായത്ത് ഓഫീസാണ്. ഇവിടെ നമ്മുടെ മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇവിടെ പെരുമാറി എന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. മനസ്സിലായല്ലോ? ഇനി ഇത്തരം കാഴ്ചകൾ ഇവിടെ കാണരുത്. അറിയാലോ, ഈ പഞ്ചായത്തിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനല്ല ഞാൻ പ്രസിഡന്റായത്. ഭരിക്കാൻ വേണ്ടി തന്നെയാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പണിയെടുത്തിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് എടുപ്പിക്കാൻ അറിയാം. ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനാണ്. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങളായിരിക്കും നിങ്ങൾ പാലിക്കേണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? പ്രസിഡന്റ്, ഒരു നിമിഷം വൈകരുത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാലോ?